Hello, it's me Kalakama Mahal. Welcome to my YouTube channel. വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിനക്ക് വന്നിരുന്ന് സംസാരിക്കണം അല്ലേ? ഓക്കെ, എനിവേ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് കുറച്ച് ഒരു ഒരു സീരീസ് ഒരു പാറ്റേൺ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫിനകത്ത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ദ പവർ ഓഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ സീരീസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടത്. ബട്ട് ഈ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു സംതിങ് ഇഷ്യൂസൊക്കെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, സ്റ്റോപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ ആ സബ്ജക്റ്റ് സംസാരിക്കുന്നതിനോട് ചില വ്യക്തികൾക്ക് അങ്ങോട്ട് ഞാൻ ആരൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എടുത്ത് അടിച്ചു മാറ്റി സംസാരിച്ചു എന്നൊക്കെ ഉള്ളൊരു ടോക്ക് വന്നതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ പിന്നെ ചിന്തിച്ചു, വൈ ഷുഡ് ഐ? ബിക്കോസ് ഞാൻ ഈ ഒരു സീരീസ് എൻ്റെ കയ്യിൽ എനിക്കൊരു 150+ സബ്ജക്ട്സ് എൻ്റെ കയ്യിൽ ചെയ്യണമെന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 to 6 months ആവുന്നുണ്ട്. ബട്ട് എൻ്റെ ഭാഗത്ത് നിന്നിട്ട് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ ലാഗ് ചെയ്ത് വെച്ചു. വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് അതങ്ങനെ ചെയ്യാണ്ട് ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഇരുന്ന് ചെയ്യാൻ പാകത്തിന് നമുക്ക് നല്ല ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ട് ഞാനങ്ങനെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും പ്രശ്നം വന്നപ്പോഴത്തേനുമാണ് പകുതി വഴിയിൽ വെച്ചിട്ട് അങ്ങ് വേണ്ട, അങ്ങ് പോട്ടെ, കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചത്. പിന്നെയുമാണ് ഞാൻ എൻ്റെ ചിന്തയെ ഒന്ന് തിരിച്ചു പിടിച്ച് ഓക്കെ നോ, എനിക്കിത് ചെയ്യണം. ബിക്കോസ് എൻ്റെ കയ്യിൽ കിട്ടിയത് അതിപ്പം എന്ത് തടസ്സം വന്നിരുന്നാലും എനിക്ക് എന്നെ ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ ദ പവർ ഓഫ് ആ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇനി പ്രത്യേകിച്ച് ഇനി വലിയ സെറ്റ് ഇട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അപ്പം നമുക്ക് എവിടെ നിന്നിട്ടാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചു. സോ ദ സബ്ജക്റ്റ് ഈസ് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ പവർ ഓഫ് ചാലഞ്ചസ്. ചാലഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. നമ്മളൊരു അമ്മയുടെ വയറ്റിൽ നിന്നിട്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു വലിയൊരു ചാലഞ്ചൊക്കെ പാസ്സായിട്ടാണ് നമ്മൾ വരുന്നത്. സോ അതിനകത്തുള്ള നമ്മുടെ 9 മാസം 9 ദിവസവും അടക്കം നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഈ ചലഞ്ചസിനെയൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളൊക്കെ ഈ ചലഞ്ചസ് വരുമ്പോഴത്തേനും എന്താ ഈ ചലഞ്ചസ് എൻ്റെ നേർക്ക് വരുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും ഈ സ്റ്റാർട്ട് ചെയ്ത കാര്യം വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല മാർഗ്ഗങ്ങളുമാണ് എൻ്റെ ഫ്രണ്ടിൽ വന്നത്. ബട്ട് വീണ്ടും ഇതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൽ ചലഞ്ചായിരുന്നു. പക്ഷേ ഞാൻ അതിനെ വീക്ഷിച്ചു, ഞാനതിനെ സ്റ്റഡി ചെയ്തു. സ്റ്റോപ്പ് ചെയ്താൽ ഉണ്ടാവുന്ന കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാവുന്ന കാര്യങ്ങളും, കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേനും ഞാൻ കൊടുക്കുന്ന കാര്യം ഒരാൾക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ നമ്മളതിനെ സ്റ്റഡി ചെയ്തു എന്താണ്. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിനെ നമ്മൾ പകുതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ പിന്നിലോട്ട് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങ് പൊടിഞ്ഞു പോകും. പിന്നെ നമുക്കൊന്നും അങ്ങോട്ട് പിന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകത്തില്ല, ഒരു ആത്മവിശ്വാസം ഉണ്ടാകത്തില്ല. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഓരോ ചാലഞ്ചസിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ ചലഞ്ചിങ് ഏരിയനെ സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ശരിക്കും ചലഞ്ചസിൻ്റെ ആ ഒരു ഡെപ്ത് വേരിയേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വേരിയേഷൻ വരുന്നത്. അപ്പം ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചലഞ്ചസ് വരുമ്പോഴത്തേനും കൂടെ അപ്സെറ്റായി ഡൗണായി, ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമ്മൾ കൂടെ അങ്ങ് അപ്സെറ്റായി അങ്ങ് മൂഡ് ഔട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതൊക്കെ പാകത്തിന് പിന്നെ നമ്മളൊന്നും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കത്തില്ല. പക്ഷേ വേറെ ചില ആൾക്കാരുണ്ട് ചലഞ്ചസ് വരുമ്പോൾ ഭയങ്കര കൂളാണ്, കാമാണ്, ക്വൈറ്റായിട്ട് ഇരുന്നിട്ട് എന്താണ് എനിക്കിനി അടുത്ത് ചെയ്യേണ്ടത്, ഈ ചലഞ്ചസിനെ എനിക്ക് എങ്ങനെ ഫേസ് ചെയ്യണം, ആർക്കും ഒരു ദോഷമില്ലാണ്ട് എനിക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്നൊക്കെ വളരെ ജെന്യുവനായിട്ട് ഡിവൈനായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരെയും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. സോ ഞാനും അത് കുറച്ചൊക്കെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആയി വരാൻ കുറച്ച് പാടുപെടുമായിരിക്കും, അറിയത്തില്ല, എൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല, നമ്മളതിനെ നന്നായിട്ട് വീക്ഷിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെ ആ ചാലഞ്ചസിനോട് നമ്മളെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്
ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചാലഞ്ചസിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടാകുന്ന എക്സ്പീരിയൻസ്. ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ആരൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ നോട്ട് എ സിമ്പിൾ തിങ് കുറേ കൂടുന്നുണ്ടെന്ന്. അതെ, കൂടുന്നുണ്ട്. അപ്പം ഈ ചാലഞ്ചസിൽ നിന്നിട്ട് വരുന്ന നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ മാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ ഹാർട്ട്, നമ്മുടെ മനുഷ്യനെ ഭയങ്കര പവർഫുള്ളാക്കും. സോ നിങ്ങൾ ഓരോ സമയത്തും ഇതിനെ പക്വതയോടുകൂടിയാണ് ചാലഞ്ചസിനെ റെസ്പോണ്ട് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർ മാൻ അത്രയും ഭയങ്കര പവർഫുള്ളാവും. ഇനി അതല്ല, ചാലഞ്ചസ് വരുമ്പോഴത്തേനും നമ്മൾ പക്വത ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ഒരിടവും എത്തിപ്പെടാൻ പോകുന്നില്ല. സോറി. പിന്നെ ഈ പറഞ്ഞതുപോലെ ചാലഞ്ചസ് വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഭയങ്കര റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും. സ്വയം മറന്ന് ഒപ്പം നിൽക്കുന്നവരെ മറന്നിട്ട് ഭയങ്കര റോങ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. വാക്കുകൾ കൊണ്ട് റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും, പ്രവൃത്തികൾ കൊണ്ട് റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും, സെൽഫ് ഹേർട്ട് ചെയ്യും. ചാലഞ്ചസ് വരുമ്പോഴത്തേനും സെൽഫ് ഹേർട്ട് ചെയ്യും, ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യും, സ്വന്തമായിട്ടും ഹേർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനങ്ങളുണ്ട്. അപ്പോൾ ചാലഞ്ചസിനകത്ത് നമ്മൾ അത് വളരെ പക്വതയോടുകൂടി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. എന്താണ്, നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പാകത്തിന് നമ്മളെ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ചാലഞ്ച്, ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചാലഞ്ച് വരുവാണ്. ആ ചാലഞ്ചിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യുമെന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തെടുത്താലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ഈ ചാലഞ്ചസ് നമുക്കൊരു വിഷയമാവത്തില്ല. ഒരു മിനിറ്റ്. മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. ഓക്കെ, അപ്പം ഈ ചാലഞ്ചസിനെ ഞാൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്നിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ആയിക്കോളും. ചാലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ട ബാക്കി എല്ലാ ടെക്നിക്സും നമ്മളിൽ നിന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ആവും. അതായത് സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു അമ്മ എന്ന് പറയുമ്പോഴത്തേനും ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഡെലിവറി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി, ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അങ്ങ് രണ്ടും കൽപ്പിച്ച് അങ്ങ് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ, അതിന് വലിയ രണ്ടും കൽപ്പിച്ച് തയ്യാറെടുപ്പൊന്നുമില്ല എങ്കിലും ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡ് നൽകേണ്ട ഉത്തരവാദിത്വം ആ അമ്മയിൽ നിന്നിട്ട്, അമ്മയുടെ ഒരു എഫേർട്ടും ഇല്ലാണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിനായിട്ടുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ആയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ബാക്കി ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്സും നമ്മളിൽ നിന്നിട്ട് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ആവും. സോ എപ്പോഴാണോ നമ്മൾ ചാലഞ്ചസിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നത്, ആ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നമ്മിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഇങ്ങനെ നമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും, ഈ ചലഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ നമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ആവും. നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം, നമ്മെ തന്നെ ഡെവലപ്പ് ചെയ്യണം, നമ്മൾ തന്നെ കാമായിട്ടിരിക്കണം. ചില ആൾക്കാർ കണ്ടില്ലേ, ചലഞ്ചസ് വരുമ്പോൾ ഇപ്പം എതിരെ നിൽക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ചീറിപ്പാഞ്ഞ് വരുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ചീറിപ്പാഞ്ഞ് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാനും അതേ നാണയത്തിൽ കൊടുക്കുമ്പോൾ എനിക്കത് വിഷയമാവും. ഇതെൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പിന്നീട് ഞാൻ ഹേർട്ടാവും ഭയങ്കരമായിട്ട്. സോ ഞാനങ്ങനെ പറയണ്ടായിരുന്നു. ഇനി മനുഷ്യത്വം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയും വിചാരിക്കത്തില്ല, പറഞ്ഞതിൽ ഇച്ചിരി കുറഞ്ഞു പോയെന്നേ വിചാരിക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മളെ കാമായിട്ട് ഇരുത്താൻ പറ്റണം, നമ്മളെ ക്വാളിറ്റിയോട് കൂടി ഇരുത്താൻ പറ്റണം. നമ്മുടെ ചലഞ്ചസ് വരുമ്പോഴത്തേനും നമ്മൾ പാനിക് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ചലഞ്ചസ് വരുമ്പോഴത്തേനും നമ്മൾ ആരാണ്ടെയൊക്കെ തലയിൽ നമ്മുടെ മിസ്റ്റേക്സിനെ കൊണ്ട് വെച്ചിട്ട് കാര്യമല്ല. ഇപ്പം നമ്മുടെ
ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്കിൽ ഉതിർന്ന് വന്ന ചാലഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്ന് കാമായിട്ടിരുന്ന് നമ്മൾ നമ്മിൽ തന്നെ ഫോക്കസ് ചെയ്ത് ശരിക്കും നമ്മൾ ആ ചാലഞ്ചസിന് വേണ്ടി നമ്മളൊന്ന് ഒരു സെൽഫ് പ്രിപ്പറേഷൻ എടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു ചാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മളെ സ്ട്രോങ് ആക്കും, നമ്മളെ മോഡിഫൈ ചെയ്യും, നമ്മളെ റീഷേപ്പ് ചെയ്യും, നമ്മളെ സ്ട്രോങ് ആക്കും, നമ്മളൊരു പുതിയ വ്യക്തിയാക്കും. സോ ചാലഞ്ചസിനെ ഏറ്റവും നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുക. നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് ഉണ്ടാകണം. കാര്യം നമ്മുടെ ലൈഫിൽ ചാലഞ്ചസ് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ലെസൺസാണ്.